ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയല്ലേ എന്നും മറ്റുള്ളവർ സഹായികളല്ലേ എന്നും കോടതിയുടെ നിരീക്ഷണം വാദത്തിനിടെയുണ്ടായി. ജഡ്ജിയുടെ ഭൂതവും ഭാവിയും തിരയേണ്ടെന്ന് പുറത്തു നടക്കുന്ന ചർച്ചകളിലെ അതൃപ്തി വ്യക്തമാക്കി കോടതി മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കോർട്ട് കോംപ്ലക്സിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ദിലീപ്, സമയം 2:30 ഇനി 1 മണിക്കൂർ മാത്രമാണ് കേരളം കാത്തിരിക്കുന്ന ആ വിധി പ്രസ്താവത്തിന് ഉള്ളത്. ശിക്ഷാവിധി, നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധി കൃത്യം 3:30 പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പ്രഖ്യാപിക്കും. ഏതെല്ലാം ശിക്ഷകളാണ് ഏതെല്ലാം പ്രതികൾക്ക് ലഭിക്കുക എന്നാണ് ഇനി അറിയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം A1 ആയ പൾസർ സുനിക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ലഭിച്ചില്ല എങ്കിൽ അത് പ്രോസിക്യൂഷന് ഒരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കോടതി തന്നെ നിരീക്ഷിച്ചത് ഈ A2 മുതൽ A6 വരെയുള്ള പ്രതികൾ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ബലാത്സംഗം ചെയ്തിട്ടില്ല, മറിച്ച് അവർ ഈ പൾസർ സുനി എന്ന പ്രധാനപ്പെട്ട പ്രതിക്ക് സഹായം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന പ്രോസിക്യൂഷനോട് കോടതി തന്നെ നേരിട്ട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാട് A1 to A6 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണം, എല്ലാവർക്കും ഒരേ പങ്കാളിത്തമാണ് ഈ കുറ്റകൃത്യത്തിലുള്ളത്. A1 അതായത് പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തതെങ്കിലും ഈ 2ാം പ്രതി മുതൽ 6ാം പ്രതി വരെയുള്ള ആളുകൾ അവർ സഹായം ചെയ്തതുകൊണ്ട് മാത്രമാണ് പൾസർ സുനിക്ക് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ഇവർക്കെതിരെ 120B തെളിഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ മറ്റു വകുപ്പുകൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം എന്ന് കോടതിയിൽ ആവർത്തിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. പ്രതിഭാഗമാകട്ടെ ഈ മറ്റു പ്രതികളുടെ കാര്യത്തിൽ പൾസർ സുനി പറഞ്ഞത് തന്റെ കുടുംബ പശ്ചാത്തലമടക്കം വിവരിച്ചുകൊണ്ടാണ് പൾസർ ഒരു പ്രതിരോധം തീർത്തത്. ശിക്ഷയുടെ ഇളവിന്റെ കാര്യത്തിൽ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശിക്ഷയിൽ ഇളവ് തരണം, 7.5 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്, അതുകൂടി പരിഗണിക്കണം എന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് മി സി എന്ന നിലപാട് കോർട്ട് എടുക്കുകയും ചെയ്തു. അതിനുശേഷം 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികൾ അവരുടെ കുടുംബ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ വിശദീകരിച്ചിരുന്നു. മാർട്ടിനാണ് ഈ കേസിലെ 2ാം പ്രതി. 5.5 വർഷത്തോളം ജയിലിൽ കിടന്നു. ശിക്ഷാവിധി 3:30 പ്രഖ്യാപിക്കും. പക്ഷേ ഈ കേസ് അവസാനിക്കുന്നില്ല, ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന സൂചനകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെ അടക്കം 4 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകും എന്ന കാര്യം സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ നിയമ പോരാട്ടം വീണ്ടും തുടരും എന്ന് വ്യക്തമല്ലേ? ദിലീപ്, 7.5 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ ആദ്യ പടി മാത്രം, അല്ലെങ്കിൽ ആദ്യ പകുതി മാത്രമാണ് ഈ വിചാരണ കോടതിയിൽ അവസാനിക്കുന്നത്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് ഡിസംബർ 8-ാം തീയതി ഈ വിധി പ്രസ്താവം വന്നത് പിന്നാൽ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. അതിനായി അവർ കാത്തിരിക്കുന്നത് ഈ വിധിപ്പകർപ്പിന് വേണ്ടിയിട്ടാണ്. എവിടെയാണ് ദിലീപിന്റെ ഈ കോൺസ്പിറസി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം പരിശോധിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരുപക്ഷെ ആ വിധിപ്പകർപ്പ് പുറത്തുവരും. അത് ഏറ്റവും നിർണായകമായ ഒരു രേഖയായി അവിടെ ഉണ്ടാകും. അതിൽ ആ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാണ് ഈ കോടതിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 7.5 വർഷത്തോളം ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിരുന്നു. വിഷ്ണു, അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഈ നടിയുടെ അതിജീവിതയുടെ അഭിഭാഷക TB മിനി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് 3 തവണ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ കണ്ടെത്തിയതായും പിന്നീട് വിവരങ്ങൾ വന്നിരുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് ഈ കേസിലെ വളരെ നിർണായകമായ ഒരു കാര്യമല്ലേ? അത് വിധിപ്പകർപ്പിൽ ഉണ്ടാകുമോ? ആ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അഡ്വക്കേറ്റ് TB മിനി ചോദിച്ചിട്ടുമുണ്ട്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതും ഈ കോടതി തന്നെയാണ് അന്വേഷിച്ചത്. ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹണി എം വർഗീസ് തന്നെയാണ് ആ പരാതി അന്വേഷിക്കുകയും അതിൽ ഹാഷ് വാല്യൂ മാറിയതിൻ്റെ സമയമൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. ഒപ്പം മറ്റ് 3 പേരുടെ പേരുകൾ കൂടി ഇത് ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ചില പേരുകൾ കൂടി ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കെതിരെ ഒരു ക്രിമിനൽ അന്വേഷണം വേണം എന്ന് അതിജീവിതം ആവശ്യപ്പെട്ടെങ്കിലും ആ നടപടിയിലേക്ക് പിന്നീട് പോയില്ല. അതിൽ കടുത്ത അതൃപ്തി അതിജീവിതക്കുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അവർ ആ വിഷയം ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതിക്ക് കത്തയക്കുകയൊക്കെ ചെയ്തത്. അത് ഈ
വിധിപ്പകർപ്പിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുണ്ടാകും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അതുണ്ടായാൽ തന്നെ അത് ഉറപ്പായും ഈ അപ്പീലിലേക്ക് പോകുന്നതിനൊക്കെ വലിയ സഹായം ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3:30 വിധി പറഞ്ഞ ശേഷം ഒരു 5 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 6 മണിയോടുകൂടി വിധിപ്പകർപ്പ് പുറത്തു വരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ വിധിപ്പകർപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു രേഖയായി മാറും. അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലൊരു വ്യക്തത അപ്പോൾ മാത്രമാണ് വരിക. ഈ A1 ആയ പൾസർ സുനിയും A8 ആയ ദിലീപും തമ്മിലുള്ള കോൺസ്പിറസി, ഗൂഢാലോചന തെളിയിക്കാൻ എവിടെയാണ് പരാജയപ്പെട്ടത്, ഒപ്പം ഈ പരാതിക്കാരി ഉന്നയിച്ച ഈ കോടതിക്കടക്കമെതിരെ ഉന്നയിച്ച പരാതികൾ അതെല്ലാം ഈ വിധിപ്പകർപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ശ്രദ്ധേയമാണ്. 3:30 വരെ മാത്രമാണ് ഇനി അതിന് സമയമുള്ളത്. 3:30യോടുകൂടി തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയും. അതിനുശേഷം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ശേഷം ഈ വിധിപ്പകർപ്പ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ആ വിധിപ്പകർപ്പിലായിരിക്കും ഈ കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ, കോടതിയുടെ കണ്ടെത്തലുകൾ, പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ, ഏതെല്ലാം തെറ്റായിരുന്നു, ഏതെല്ലാം ശരിയായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹം അറിയാൻ പോകുന്നത് അപ്പോൾ മാത്രമായിരിക്കും. ദിലീപ്. വിഷ്ണു ലൈനിൽ തുടരുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം വിധി വന്നതിനു പിന്നാലെ അതിജീവിത കനത്ത ആഘാതത്തിലേക്ക് പോയി എന്നാണ് അതിജീവിതയ്ക്കൊപ്പമുണ്ടായിരുന്ന ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അത്ര വലിയ ആഘാതമാണ് അപ്പോൾ ആ 4 പ്രതികളെ വെറുതെ വിട്ടതിനെ തുടർന്ന് അതിജീവിതയ്ക്കുണ്ടായത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു ഈ അതിജീവിത എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ കേസിൽ 4 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ പോകും എന്ന കാര്യം ഇതിനകം തന്നെ നിയമമന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏതായാലും ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക്, പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഈ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. 3:30-ക്കാണ്. ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ഈ ശിക്ഷാവിധിക്കുള്ളത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പറയുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ഈ കേസിൽ നിർണായകമായ വിധി പറയാൻ പോവുക. രാവിലെ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദം ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് ജഡ്ജ് കേട്ടിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പറയാനായി പോകുന്നത്. കോടതിയിൽ നാടകീയമായ ചില രംഗങ്ങളുമുണ്ടായി. നടിയെ ആക്രമിച്ച കേസിൽ വാദത്തിനിടെ പൊട്ടിക്കരഞ്ഞ് ചില പ്രതികൾ, 2-ാം പ്രതി മാർട്ടിനും 6-ാം പ്രതി പ്രദീപുമാണ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞത്. ഭാര്യയും കുട്ടികളുമുള്ള കാര്യമാണ് ഇവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. നിരപരാധികളാണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പൾസർ സുനി ഉൾപ്പെടെ എല്ലാ പ്രതികളും കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഗൂഢാലോചന തെളിഞ്ഞ സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ ഗൂഢാലോചനയുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വവുമുണ്ട് എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. യഥാർത്ഥ പ്രതി 1-ാം പ്രതിയായ പൾസർ സുനിയാണ്. എന്നാൽ മറ്റുള്ളവർ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി ഇതിനിടെ പ്രോസിക്യൂഷനോട് ചോദിച്ചു, ഓരോരുത്തരുടെയും ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, അതിലെ പങ്കാളിത്തം അനുസരിച്ച് അങ്ങനെയല്ലേ ശിക്ഷ നൽകേണ്ടത് എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചിരുന്നു. എന്നാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ അജകുമാർ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് എല്ലാ പ്രതികൾക്കും ഒരുപോലെയാണ് ശിക്ഷ നൽകേണ്ടത് എന്നാണ്. അപ്പോഴും കോടതി ചോദിച്ചു, ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക്, 1-ാം പ്രതി പൾസർ സുനിയാണ്, 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒരേപോലെ ശിക്ഷ നൽകണമോ എന്ന കാര്യം കോടതി പ്രോസിക്യൂഷനോട് എടുത്തു ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത്, 1-ാം പ്രതിയാണ് പ്രധാന കുറ്റകൃത്യം ചെയ്തതെങ്കിലും മറ്റുള്ളവർ അതിനുവേണ്ടി കൂട്ടായി പ്രവർത്തിച്ചതിനാൽ അവർക്കും ഈ 1-ാം പ്രതിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. ഈ പ്രതികൾ കോടതിയോട് അപേക്ഷിച്ച കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. 1-ാം പ്രതി പൾസർ സുനി കോടതിയെ അറിയിച്ചത്, വീട്ടിൽ അമ്മ മാത്രമേയുള്ളൂ, അമ്മയെ സംരക്ഷിക്കുന്നത് താനാണ്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം. അത് 1-ാം പ്രതി പൾസർ സുനി കോടതിയോട് ആവശ്യപ്പെട്ടതാണ്. 2-ാം പ്രതി മാർട്ടിൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് താൻ തെറ്റു ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്നാണ്. 3-ാം പ്രതി മണികണ്ഠൻ കോടതിയോട് പറഞ്ഞത്, ഗൂഢാലോചനയിൽ പങ്കില്ല, തെറ്റു ചെയ്തിട്ടില്ല, ഭാര്യയും 2 കുട്ടികളുമുണ്ട്, ശിക്ഷയിൽ ഇളവ് വേണം എന്നാണ്. 4-ാം പ്രതി വിജീഷ് പറഞ്ഞത്, കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ, തൻ്റെ നാട് തലശ്ശേരിയാണ്,
അതുകൊണ്ട് കണ്ണൂർ ജയിലിലാക്കണം തന്നെ എന്നാണ് വിജീഷ് പറഞ്ഞത്. 4-ാം പ്രതി 5-ാം പ്രതി എച്ച് സലീം, വടിവാൾ സലീം എന്നാണ് അറിയപ്പെടുന്നത്, തെറ്റു ചെയ്തിട്ടില്ല എന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഈ വടിവാൾ സലീം എന്നത് പോലീസ് നൽകിയ പേരാണ്. സലീമിൻ്റെ പേരിൽ മറ്റു കുറ്റകൃത്യങ്ങളില്ല എന്ന് സലീമിൻ്റെ അഭിഭാഷകനും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 6-ാം പ്രതി പ്രദീപ് പറഞ്ഞത് ശിക്ഷയിൽ ഇളവ് വേണം എന്നാണ്. ഇങ്ങനെ പ്രതിഭാഗം തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനും പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം. അവർക്കുമേൽ ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വകുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് ആ വകുപ്പ് പ്രകാരമുള്ള പരമാവധി ശിക്ഷ, അതും എല്ലാ പ്രതികൾക്കും ഒരേ തരത്തിലുള്ള, അതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഇവർ എന്നുള്ളത് കൊണ്ട് ഗൂഢാലോചന പ്രതികൾക്ക് നൽകുന്ന പരമാവധി ശിക്ഷ അത് നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി എന്തു തീരുമാനമായിരിക്കും ഇതിലെടുക്കുക? നേരത്തെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരായ ശിക്ഷ ഇപ്പോൾ പറയാൻ പോകുന്നത്. 3:30-ന് മറ്റു പ്രതികൾ, അതായത് 7-ാം പ്രതി മുതൽ 10-ാം പ്രതി വരെയുള്ളവരെ അന്ന് കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലെ 8-ാം പ്രതിയാണ് നടൻ ദിലീപ് എന്ന കാര്യവും പ്രേക്ഷകർ ഓർമ്മിക്കുക. ദിലീപിനെ കോടതി വിട്ടയച്ചത് എന്തടിസ്ഥാനത്തിലാണ്? അത് ദിലീപിനെതിരായ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണോ, അതോ ദിലീപ് നിരപരാധിയാണ് എന്ന കാര്യം കോടതിക്ക് ബോധ്യമായതാണോ എന്ന കാര്യം ഇന്ന് വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ അറിയാം. ഈ നിലയിലുള്ള നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 2017 ഫെബ്രുവരി 17-നാണ് നടിക്കെതിരായ അതിക്രമം നടക്കുന്നത്. പിന്നീട് നടൻ ദിലീപ് ഈ കേസിൽ പ്രതിയാകുന്നു. ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം മഞ്ജു വാര്യർ പരസ്യമായി തന്നെ ആരോപിക്കുന്നു. അതിനു പിന്നാലെ ദിലീപ് കേസിൽ പ്രതിയാകുന്നു. തുടർന്ന് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ 2 പ്രോസിക്യൂട്ടർമാർ ഈ കേസ് അവർ ആ ചുമതലയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ. ഇതിൻ്റെ മെമ്മറി കാർഡ് അത് പലരും കണ്ടു പിന്നീട് എന്ന കാര്യം, ഈ അതിക്രമം ചിത്രീകരിച്ച മെമ്മറി കാർഡ് പിന്നീട് പലരും കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. 3 തവണ ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന കാര്യം പുറത്തു വന്നിരുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. ഇതിനിടയിൽ മലയാള സിനിമാ രംഗത്ത് വനിതകളുടെ നേതൃത്വത്തിലൊരു WCC എന്ന വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. ആ നിലയിൽ സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾക്കെതിരെ, വിവേചനത്തിനെതിരെ പുതിയ സംഘടന രൂപീകരിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആ കേസിൽ ആണ് ഇപ്പോൾ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ളവർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത്. 3:30-ക്കാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ഇനി ഏതാണ്ട് 44 മിനിറ്റ് മാത്രമാണ് ശിക്ഷ വിധിക്കുന്നതിനായി ബാക്കിയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.